അങ്ങനെ കാത്തിരുന്ന് പെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കി ഞാൻ നിൽക്കുന്നതാണെന്ന്. പക്ഷേ ഇതല്ല കേട്ടോ. നാട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പെട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ശരത്ത് അത് എനിക്ക് അൺലോക്ക് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ള വാശിയിൽ വലിയ കാര്യത്തിൽ തുറക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ പറ്റിയില്ല. ചേട്ടൻ്റെ സഹായം കൂടെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, കുഞ്ഞിനും എനിക്കും ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽ ലിസ്റ്റിനായിട്ടൊരു ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ളതും പിന്നെ അല്ലാതെ കുഞ്ഞിന് മെയിനായിട്ട് വേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബ്ലാങ്കറ്റ്, കുഞ്ഞു ഉടുപ്പുകൾ, പിന്നെ പാൽക്കുപ്പി, ഫ്ലാസ്ക്, പിന്നെ ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എനിക്ക് വേണ്ട കുറേ സാധനങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഈ റെഡ് കളറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാട്രസ് പ്രൊട്ടക്ടർ പോലത്തെ സാധനമാണ് കേട്ടോ, വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ചേച്ചിയുടെ വക ഒരു ഗിഫ്റ്റാണെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ കുഞ്ഞു കുറച്ച് ഉടുപ്പുകളൊക്കെയാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഇന്ന് രാത്രി തന്നെ ആ ചേട്ടൻ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പോഴെന്നെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയതായിരുന്നു. കുറച്ച് മസ്ലിൻ ക്ലോത്ത്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ള സാധനങ്ങളും. ഇങ്ങനെ ഇരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് കാണാം. ബൈ.